ഡിയർ നീറ്റ് ആസ്പിരൻസ്, നീറ്റ് എക്സാം കേവലം ഒരു റാങ്ക് നിർണ്ണയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സാം മാത്രമല്ല. ഒരു ദിവസം നിങ്ങൾ ഡോക്ടർ എന്ന് വിളിക്കപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു ജേണിയാണ് ആക്ച്വലി ഈ ഒരു പ്രിപ്പറേഷൻ പീരീഡ് എന്ന് പറയുന്നത്. ഒരു ദിവസം നിങ്ങളുടെ പാരൻസ് പറയും, എൻ്റെ കുട്ടി ഡോക്ടറാവാൻ പഠിക്കുകയാണ്, അല്ലെങ്കിൽ എൻ്റെ കുട്ടി ഡോക്ടറാണ് എന്ന അഭിമാനത്തോടെ പറയുന്നൊരു ദിവസം വരും. അന്ന് ഈ സ്ട്രഗിൾ എല്ലാം വർത്തായിട്ട് തോന്നും. ഹായ് എവരിവൺ, ഞാൻ അനുപ്രിയ, കറൻലി എ ഫൈനൽ ഇയർ MBBS സ്റ്റുഡൻറ്റ് അറ്റ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോഴിക്കോട്. സോ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ നോക്കുക. കാരണം ഈ വീഡിയോയിൽ ഞാൻ കറക്റ്റ് നിങ്ങൾക്ക് ഡേ വൈസ് ആയിട്ട് എങ്ങനെ പ്ലാൻ ചെയ്യണം എന്നുള്ളതിനെ പറ്റി കൃത്യമായിട്ടുള്ള ഒരു റോഡ് മാപ്പ് വീഡിയോയിൽ പറയുന്നുണ്ട്. നീറ്റ് എക്സാം ആക്ച്വലി ഒരു സിമ്പിൾ എക്സാം മാത്രമല്ലല്ലോ. ആ ഒരു പ്രിപ്പറേഷൻ ജേർണി എന്ന് പറയുന്നത്, ആ എക്സാം വരെയുള്ള ഒരു ജേർണി, 1 ഇയർ ജേർണി അല്ലെങ്കിൽ നിങ്ങളുടെ 2 ഇയർ ജേർണി, ആ ഒരു സമയം എന്ന് പറയുന്നത് നമ്മുടെ കോൺഫിഡൻസ്, നമ്മുടെ കൺസിസ്റ്റൻസി, നമ്മുടെ പേഷ്യൻസ്, അതുപോലെ തന്നെ ചില സമയങ്ങളിലൊക്കെ നമ്മുടെ സെൽഫ് ഡൗട്ടിനെ വരെ ടെസ്റ്റ് ചെയ്യുന്ന ഒരു എക്സാം ആണ്, അല്ലെങ്കിൽ ആ ഒരു പീരീഡാണ് ആ ഒരു സമയം എന്ന് പറയുന്നത്. ചില ദിവസങ്ങളിൽ നമുക്ക് തോന്നും, ഓക്കെ എന്നെ കൊണ്ട് ഇത് സാധിക്കും, ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള ഡേയ്സ് ഉണ്ടായിരിക്കും. ചില ദിവസങ്ങളിൽ അതിന് വേണ്ടിയിട്ടൊരു മോക്ക് ടെസ്റ്റിന്റെ സ്കോർ മതി നമ്മൾ ആകെ ഡള്ളാവാൻ, എന്നെ കൊണ്ട് പറ്റില്ല, ഉപേക്ഷിക്കുക എന്നുള്ള വക്കിൽ വരെ എത്താൻ വേണ്ടിയിട്ട്. പക്ഷെ അതൊക്കെ എന്താണ്, നോർമൽ ആണെന്നുള്ളൊരു കാര്യം നേരത്തെ തന്നെ നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ഈ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എൻ്റെ നീറ്റ് ജേർണി സമയത്ത് അതിൻ്റെ പ്രിപ്പറേഷൻ്റെ തൊട്ട് മുന്നേയായിട്ട് എന്നോട് ആരെങ്കിലും ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്തിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ച കുറച്ച് കാര്യങ്ങളാണ് ഇപ്പം നിങ്ങളടുത്ത് ഞാൻ പറഞ്ഞുതരാൻ പോണത്. ഫസ്റ്റ് ഡേ മുതൽ തന്നെ ഒരു 14-15 മണിക്കൂറൊന്നും കുത്തിയിരുന്ന് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആദ്യമൊക്കെ നമുക്ക് കുറേ സമയം ഉണ്ടായിരിക്കും, കാരണം അധികം ചാപ്റ്റേഴ്സ് ഒന്നും എടുത്തുണ്ടാവില്ല. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് തോന്നും, ഓക്കെ കുറേ സമയമുണ്ട്, കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യാമെന്നൊക്കെ തോന്നും. പക്ഷേ കുറച്ച് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പോർഷൻസ് ഒക്കെ കുറേ കൂടുതലായിട്ട് വരാൻ തുടങ്ങും, ബാക്ക്ലോഗ്സ് കൂടുതലായിട്ട് വരാൻ തുടങ്ങും. അങ്ങനെയുള്ളൊരു സമയം വരുന്ന സമയത്ത് നമുക്ക് പണ്ടത്തെ പോലെ അത്രയും സമയം കിട്ടാതെ വരും, അതേപോലെ തന്നെ അത്രത്തോളം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റാതെ വരും, ആകെ നമ്മൾ ഡള്ളാവാൻ തുടങ്ങും. സോ ഇനീഷ്യലി തന്നെ നമ്മൾ എന്ത് ചെയ്യണ്ട, അധികം സമയം ഇരിക്കേണ്ട, കാരണം നമുക്കൊരു ലോങ് റൺ ചെയ്യാനുള്ളൊരു സംഭവം വേണമല്ലേ. അപ്പം കൺസിസ്റ്റൻസിയാണ് എവിടെയും വേണ്ടത് എന്നുള്ളത് ആദ്യമായിട്ട് ആലോചിക്കണം. മോക്ക് ടെസ്റ്റിന്റെ കാര്യം പറയുമ്പോൾ, മോക്ക് ടെസ്റ്റുകൾ കുറേ കുഞ്ഞു ടെസ്റ്റുകൾ നമ്മളിതിൻ്റെ ഇടയിൽ കൂടെ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ അതിലൊക്കെ ചിലപ്പോൾ ചില സ്കോർ നല്ലതായിട്ട് തോന്നും, ചിലതിൽ തീരെ സ്കോർ ഉണ്ടാവില്ല. പക്ഷെ ഒരിക്കലും അത് നമ്മൾ കൺസിഡർ ചെയ്യാൻ പാടില്ല. നല്ല സ്കോർ ഉണ്ടെന്ന് കരുതിയിട്ട് നമ്മൾ അടിപൊളിയാന്ന് വിചാരിക്കരുത്. തീരെ സ്കോർ ഇല്ല എന്ന് കരുതിയിട്ട് നമ്മൾ തീരെ പോരാ, നമ്മളെ കൊണ്ട് പറ്റില്ല, അങ്ങനെയൊന്നും വിചാരിക്കരുത്. അത് നമ്മൾ എന്ത് ചെയ്യുക, ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോം ആക്കിയിട്ട് മാത്രം ഉപയോഗിക്കുക. ഓക്കെ, എവിടേക്കാണ് നമുക്ക് തെറ്റ് വരുന്നത്, അത്ര മാത്രമേ അതിനെപ്പറ്റി ചിന്തിക്കാൻ പാടുള്ളൂ. അതിൽ കൂടുതലായിട്ട് കടിച്ചു തൂങ്ങിയിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ കുറേ സമയം പോകും. കാരണം ഞാൻ എൻ്റെ റിപ്പീറ്റ് സമയത്ത് എനിക്ക് ചെറിയ ഈ ഡെയിലി ടെസ്റ്റൊക്കെ നടത്തുന്നതിൽ ചിലതിൽ നല്ല സ്കോർ ഉണ്ടാകും, ചിലതിൽ തീരെ സ്കോർ ഇല്ലാത്ത അവസ്ഥയൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ ഭയങ്കര ഡള്ളായിട്ടുണ്ട്. പെട്ടെന്ന് എനിക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ്. നേരത്തെ എനിക്കിത് അറിയാമായിരുന്നെങ്കിൽ തന്നെ എനിക്ക് ആ ഒരു 1 ഡേ അല്ലെങ്കിൽ 2 ദിവസം ഞാൻ അതിനെപ്പറ്റി ആലോചിച്ചിരുന്ന സമയം, ടെൻഷൻ അടിച്ചു പോയ സമയമൊക്കെ എനിക്ക് സേവ് ചെയ്യാൻ പറ്റുമായിരുന്നില്ലേ. ഇപ്പം നിങ്ങൾക്ക് പറ്റാൻ പോകുന്ന ഒരു തെറ്റ് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു റോങ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയോട് കൂടിയിട്ട് നീറ്റ് പ്രിപ്പറേഷൻ ജേർണി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതാണ്. നമ്മളൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് കുറേ ലെക്ചേഴ്സ് അറ്റൻഡ് ചെയ്യും, NCERT ഇരുന്ന് വായിക്കും. പക്ഷെ നമ്മളെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ്, കൃത്യമായിട്ടുള്ള ക്വസ്റ്റ്യൻ പ്രാക്ടീസും റിവിഷനും അതേപോലെ തന്നെ ഓരോ മോക്ക് ടെസ്റ്റിലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട സമയം, അതൊക്കെ അതിനെപ്പറ്റിയുള്ള ഒരു അവസ്ഥയൊക്കെ എന്താ, കൃത്യമായിട്ടൊന്ന് ആലോചിച്ച് നോക്ക്. സോ അതുകൊണ്ടാണ് ഡേ 1 മുതൽ തന്നെ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു പ്ലാനോട് കൂടിയിട്ട്, നല്ലൊരു അടിപൊളി സ്ട്രാറ്റജിയോട് കൂടിയിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം. സോ നീറ്റ് മെമോ ആപ്പിനെ പറ്റി അതുകൊണ്ടാണ് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത്. കറക്റ്റ് NCERT ലൈൻ ബൈ ലൈനായിട്ട് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഈ ആപ്പ് നിങ്ങളെ സഹായിക്കും. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി കംപ്ലീറ്റ് NCERT കവർ ചെയ്തുകൊണ്ട് തന്നെ ഇവരൊരു 45,000+ ക്വസ്റ്റ്യൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആപ്പിൽ. ഇത് തന്നെ എനിക്ക് ഏറ്റവും ഇമ്പ്രസീവായിട്ട് തോന്നിയ ഇവരൊരു ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഇന്നൊരു കാര്യം പഠിച്ചു, എക്സാക്ട്ലി നമ്മളത് മറക്കാൻ പോകുന്നൊരു ദിവസം ഉണ്ടാവും. അതായത് ഇപ്പോൾ ഒരു 1 വീക്ക് കഴിഞ്ഞാലൊക്കെ ഒരു മറക്കാം, എന്തായാലും നമ്മൾ മറന്നു പോകില്ല. ആ ഒരു ടൈം എത്തുമ്പോൾ തന്നെ ആപ്പ് കൃത്യമായിട്ട് നമുക്ക് റിവിഷനും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യും. ആപ്പിൽ തന്നെ എല്ലാം ഉണ്ട്. അതായത് നമ്മൾ ഒരിക്കലും മറന്നു പോകുന്നില്ല. അതൊരു 7 തവണയോളം നമ്മളെ റിവൈസ് ചെയ്യാൻ വേണ്ടി ആപ്പ് സഹായിക്കുന്നുണ്ട്. ഇതിൽ കൂടുതൽ ഇനി എന്താ വേണ്ടത്? കാരണം ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ആകുമ്പോൾ റിവിഷൻ അല്ല ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. നമ്മൾ എത്ര പഠിച്ചു എന്നുള്ളതിലല്ല, റിവൈസ് ചെയ്യുന്നതിലാണ് ഏറ്റവും കാര്യമുള്ളത്, അല്ലേ? ഞാനിപ്പോൾ ഇവിടെ NCERT ഒരു പാരഗ്രാഫ് വായിക്കുകയാണ്. യൂണിസെല്ലുലർ ഓർഗാനിസംസ് ആർ കാപ്പബിൾ ഓഫ് ഇൻഡിപെൻഡൻറ്റ് എക്സിസ്റ്റൻസ് ആൻഡ് പെർഫോമിംഗ് ദ എസെൻഷ്യൽ ഫങ്ഷൻസ് ഓഫ് ലൈഫ്. അതേ ലൈനിൽ നിന്നുള്ള എക്സാക്ട് ക്വസ്റ്റ്യൻ ഇവിടെ മെമോ നീറ്റിൽ ഓൾറെഡി ഫ്രെയിംഡ് ആണ്. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കറക്റ്റ് ആൻസറും കിട്ടും. അതായത് വായിച്ച് പാസീവ്ലി മുന്നോട്ട് പോവുകയല്ല, റീഡ്, റീകോൾ, പ്രാക്ടീസ് ഇൻസ്റ്റൻ്റ്ലി. അതാണ് ഇവിടെ നടക്കുന്നത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ റോഡ് മാപ്പിനെ പറ്റി പറഞ്ഞുതരാം. മെമോ നീറ്റിൻ്റെ ടാർഗറ്റ് 680+ പ്ലാനിൽ നിങ്ങൾക്ക് ഈ ബൂട്ട് ക്യാമ്പ് റോഡ് മാപ്പ് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിട്ട് കിട്ടും. സോ ഓരോ ദിവസം എന്ത് പഠിക്കണം, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ചെയ്യണം, എപ്പോൾ റിവൈസ് ചെയ്യണം എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് ആപ്പ് നമുക്ക് എന്ത് ചെയ്യും, പ്രൊവൈഡ് ചെയ്യും അതിൽ തന്നെ.
സോ ഇന്നിപ്പോൾ എന്താ ഞാൻ പഠിക്കേണ്ടത്, ഏത് ക്വസ്റ്റ്യൻ ചെയ്യണം, ഏതാ ഞാൻ റിവൈസ് ചെയ്യേണ്ടത്, ഇതിനെപ്പറ്റി ഒരു ഡൗട്ട് അടിക്കേണ്ട ആവശ്യമില്ല. ശരി, വൈ ഷുഡ് ഐ ട്രസ്റ്റ് ദ സിസ്റ്റം ഫ്രം ഡേ വൺ ഇറ്റ്സെൽഫ് എന്നുള്ള ഡൗട്ട് നിങ്ങൾക്ക് ഇപ്പോൾ തോന്നിയിട്ടുണ്ടായിരിക്കും. സോ ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും ഇവരെ 4 വർഷത്തെ കൺസിസ്റ്റൻസി. 2026 നീറ്റിൽ 97% ക്വസ്റ്റ്യൻസും, 2025 നീറ്റിൽ 96% ക്വസ്റ്റ്യൻസും, 2024 നീറ്റിലെ 95% ക്വസ്റ്റ്യൻസും, 2023 നീറ്റിൽ 92% ക്വസ്റ്റ്യൻസും നീറ്റ് മെമോ ആപ്പിൽ നിന്നായിരുന്നു. ഇനിയും ഡൗട്ട് ആണെന്നുണ്ടെങ്കിൽ ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് അതിലുള്ള ഒരു ബയോളജി സെക്ഷനിൽ ഒരു 15 ക്വസ്റ്റ്യൻസ് MCQ അതൊന്ന് ചെയ്ത് നോക്കുക. യു ക്യാൻ ഫീൽ ദ ഡിഫറൻസ്. അങ്ങനെ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ആപ്പിലെ സ്റ്റോറിൽ പോയിട്ട് ടാർഗറ്റ് 680+ പ്ലാൻ ചൂസ് ചെയ്യാം ആൻഡ് സ്റ്റാർട്ട് യുവർ ജേർണി കറക്റ്റ്ലി. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, ഇവരുടെ ഗ്രാൻഡ് റീസ്റ്റാർട്ട് സെയിൽ ഈ മെയ് 10-ാം തീയതി 11-ാം തീയതി നടക്കാൻ പോവാണ്. ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് വളരെ ലോവസ്റ്റ് ജെന്യുവൻ പ്രൈസിലായിരിക്കും അവൈലബിൾ ആയിട്ടുണ്ടാവുക പ്ലാൻസ് ഒക്കെ. സോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ് സ്റ്റാർട്ട് യുവർ ജേർണി വൈസ്ലി. ഇപ്പോൾ നിങ്ങളൊരു നീറ്റ് ആസ്പിറൻ്റ് ആണ്. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം നിങ്ങളൊരു ഡോക്ടറൊക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്ന പേഷ്യൻസിനെ സേവ് ചെയ്യാനുള്ളവരാണ് അല്ലേ? നമ്മളെപ്പോഴും പവർഫുൾ ആയിരിക്കണം, നമ്മളെപ്പോഴും സ്ട്രോങ് ആയിരിക്കണം. ഒരിക്കലും നമ്മൾ ഗിവ് അപ്പ് ചെയ്യാൻ പാടില്ല. നിങ്ങൾ ഈ നീറ്റ് പ്രിപ്പറേഷൻ ജേർണിയിൽ എപ്പോഴും ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ് ഭയങ്കര ലോവസ്റ്റ് മാർക്ക് ആവാം, നിങ്ങൾ വിചാരിച്ച പോലെ പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വരും. അപ്പോഴൊന്നും നമ്മൾ തളരരുത്. അതായത് നമ്മൾ മറ്റുള്ളവരായിട്ടൊന്നും ഒരിക്കലും കമ്പയർ ചെയ്യാൻ നോക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സ് ചിലപ്പോൾ നിങ്ങളെക്കാളും സ്കോർ ചെയ്യുന്നുണ്ടായിരിക്കും, പക്ഷെ നെവർ കമ്പയർ വിത്ത് അതേഴ്സ്. ഇപ്പം നിങ്ങളൊരു നീറ്റ് ആസ്പിറൻ്റ് ആണ്. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം യു വിൽ ബി എ ഡോക്ടർ. അപ്പോൾ നിങ്ങളുടെ മുന്നിൽ വരുന്ന പേഷ്യൻറ്റിൻ്റെ ലൈഫ് സേവ് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. സോ വി ഷുഡ് ബി ഓൾവേസ് സ്ട്രോങ്. നമ്മൾക്ക് മാർക്ക് കുറഞ്ഞു എന്ന് വെച്ചിട്ട് നമ്മൾ ഒരിക്കലും തളർന്നു പോകരുത്. അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ടിന് കുറച്ച് കൂടുതൽ മാർക്ക് കിട്ടിയെന്ന് വെച്ചിട്ട് നമ്മൾ ഒരിക്കലും കമ്പയർ ചെയ്യരുത് അവരെ. നമ്മളെ തന്നെ കമ്പയർ ചെയ്യരുത്, നമ്മുടെ പഴയ പെർഫോമൻസും ഇപ്പോഴത്തെ പെർഫോമൻസും. ഇതാണ് മെയിനായിട്ട് നോക്കേണ്ട കാര്യം. എൻ്റെ ഒരു പ്രിപ്പറേഷൻ സമയത്ത് എനിക്ക് പറ്റിയ മെയിൻ ഒരു ഫോൾട്ട് അതായിരുന്നു. ഞാൻ തന്നെ എന്നെ തന്നെ കമ്പയർ ചെയ്യായിരുന്നു. ആസ് എ മെഡിക്കൽ സ്റ്റുഡൻറ്റ് എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, വൈറ്റ് കോട്ടും സ്റ്റെത്തും ഒക്കെ ഇട്ട് നിങ്ങളുടെ ഡ്രീം മെഡിക്കൽ കോളേജിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടി പഠിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു നിങ്ങളുടെ എല്ലാവരുടെ ഒരു മാനിഫെസ്റ്റേഷൻ ആയിരിക്കും ഇപ്പോഴത്തെ ഒരു സമയത്ത്. അതെല്ലാവരും ഒരു ഡ്രീം കൂടിയാണ്. പക്ഷെ അതിന് പിന്നിലുള്ള കുറേ സെൽഫ് ഡൗട്ട്, അങ്ങനെ സെൽഫ് ഡൗട്ട് അടിച്ച് കരഞ്ഞ കുറേ രാത്രികൾ, കുറേ മിസ്സായി പോയ നിങ്ങളുടെ കുറേ ഫാമിലി ഫങ്ഷൻസ്, കുറേ സെലിബ്രേഷൻസ്, കാര്യങ്ങൾ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഇല്ലേ? കുറേ സ്ട്രഗിളും കാര്യങ്ങളൊക്കെ അതിൻ്റെ പുറകിലുണ്ട്. സോ ഡിയർ നീറ്റ് 2027 ആസ്പിറൻസ്, നിങ്ങൾ ആവറേജ് ആണോ അല്ലെങ്കിൽ ടോപ്പർ ആണോ, ദാറ്റ് ഡസൻറ്റ് മാറ്റർ. ഞാൻ ഒരിക്കലും വിട്ടു കൊടുക്കില്ല. എനിക്ക് ഈ എക്സാം ക്ലിയർ ചെയ്ത് ഞാൻ എൻ്റെ ഡ്രീം മെഡിക്കൽ കോളേജിൽ കയറിയിരിക്കും എന്നുള്ളൊരു ഉറച്ച തീരുമാനം നിങ്ങൾക്കുണ്ടോ? എന്നാൽ നിങ്ങൾ ഇതിൽ ഇന്നാണ്. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത കാര്യം ഇപ്പം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇല്ലേ? നിങ്ങൾ മുന്നേ ചെറുപ്പം മുതലേ ചിലപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും ഡോക്ടർ ആവണം എന്നുള്ളത്. എനിക്ക് ചെറുപ്പം മുതൽ എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഡോക്ടർ ആവണം എന്നാണ് പറയേണ്ടത്. അതിപ്പോൾ ഞാൻ മാനിഫെസ്റ്റ് ചെയ്ത കാര്യം, അന്ന് ഞാൻ മാനിഫെസ്റ്റ് ചെയ്ത കാര്യം ഇപ്പം ഞാൻ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് കാണുമ്പോൾ തന്നെ എനിക്ക് വാവ് തോന്നുകയാണ്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ, നിങ്ങളിപ്പോൾ ഇനി പഠിക്കുമ്പോൾ കുറേ സ്ട്രഗിളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷെ ഒരിക്കലും നിങ്ങൾ വിട്ടുകൊടുക്കരുത്. നിങ്ങളുടെ ഡ്രീമിന് വേണ്ടി, നിങ്ങളുടെ ഡ്രീം അച്ചീവ് ചെയ്യാൻ വേണ്ടി ഏതറ്റം വരെ പോകാൻ പറ്റുമോ അത്രയും വരെ പോകണം. ബിക്കോസ് നിങ്ങളുടെ മുന്നിൽ ഈ ഒരൊറ്റ വർഷമുള്ളൂ. ഈ ഒരു വർഷം കൊണ്ട് നിങ്ങൾ വിചാരിച്ച കോളേജിൽ MBBS പഠിക്കണം ഇല്ലേ? അതിന് വേണ്ടിയിട്ടുള്ള മാർക്ക് ഉണ്ടാക്കണം. സോ ഓൾ ദി ബെസ്റ്റ് ഗൈസ്.